ഹലോ, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കൽക്കി. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സ്പിരിച്വൽ മാറ്റേഴ്സ് ടോപ്പിക്സ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പേഴ്സണൽ കൺസൾട്ടേഷന്, സൈക്കിക് മീഡിയംഷിപ്പോ ടാരോ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ചക്ര ക്ലൻസിങ്ങോ ബുക്സ് വാങ്ങിക്കാനോ ഒക്കെ ആണെങ്കിൽ താഴെ തന്നിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ യൂറോപ്പിൽ താമസിച്ചിരുന്ന സ്ഥലത്ത് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വീഡിയോ ഞാനിവിടെ നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ താമസിച്ചിരുന്ന സ്ഥലത്ത് പൂജാവേളയിൽ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടത് നൽകിയിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങളിതൊക്കെ കാണുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാം നന്മയും ഉണ്ടാകട്ടെ. എന്നെപ്പറ്റിയും നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ പറ്റിയും ഒക്കെ, കൺസൾട്ടേഷനെ പറ്റിയും വിവിധ ആത്മാക്കളുമായിട്ടുള്ള സെഷൻസിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഓട്ടോബയോഗ്രഫിയാണ്, ആത്മകഥയാണ്. ഒരുപാട് ഡിവൈൻ മെസ്സേജസ് ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ വായിക്കുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്ക് കഴിഞ്ഞ ചാപ്റ്റർ, അതായത് ഞാൻ ലിത്വേനിയയിലായിരുന്ന സമയത്ത് ഡെൻമാർക്കിൽ നിന്നുമുള്ള ഒരു ക്ലയൻറ്റിന് ടാരോ സെഷൻ നൽകുന്ന ആ ഒരു ദിവസം രാവിലെ മുതൽ എൻ്റെ വീട്ടിൽ കടന്നു വന്ന ഈ ഡെൻമാർക്കിൽ നിന്നുള്ള ക്ലയൻറ്റിൻ്റെ ഗ്രാൻഡ് ഫാദർ, ആ പ്രസൻസ്, ആ സോളിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൺസൾട്ടേഷന് ശേഷം ആ യുവതി ലിത്വേനിയയിലുള്ള അവരുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുകയും രാത്രി ഒരു 9 മണിക്ക് ശേഷം ഡെൻമാർക്കിൽ നിന്നും അവർ വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുകയും ഇപ്രകാരം പറയുകയും ചെയ്തു: തെരേസ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ അമ്മയുമായി ചർച്ച ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതെൻ്റെ അച്ഛൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന്. അദ്ദേഹത്തിന് എൻ്റെ അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ചതിന് ശേഷവും എൻ്റെ അമ്മയെ സഹായിച്ചതും ഒരുപാട് മുന്നോട്ട് പോകുവാൻ കരുത്ത് നൽകിയതും ഒക്കെയും അദ്ദേഹമായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എൻ്റെ ഭർത്താവ് വിഷ്ണുവും ഇത് കേട്ടുകൊണ്ട് അടുത്ത മുറിയിൽ ഉണ്ടായിരുന്നു. വിഷ്ണുവിനും ഇത് കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. വിഷ്ണു അപ്പോൾ എന്നോട് പറഞ്ഞു: തെരേസ, നീ ഇത് ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, പക്ഷേ ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പറഞ്ഞ അറിവില്ലായ്മയ്ക്ക് നീ എന്നോട് ക്ഷമിക്കണം. അതുപോലെ അദ്ദേഹത്തോടും എന്നോട് ക്ഷമിക്കുവാനായി നീ പറയണം. അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിഷ്ണുവിനോട് തലയാട്ടി. കാറ്റ് ശൂളം അടിക്കുന്നതിൻ്റെ ആ ശബ്ദം കേൾക്കാവോ? നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് സൈലൻ്റ് ആയിട്ട് നിൽക്കാം. കാറ്റിപ്പോൾ ശാന്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ എനിക്ക് മനസ്സിലായി, ഏതൊരു കൺസൾട്ടേഷൻ ആയാലും അതിനു മുന്നേ അവരുടെ കുടുംബത്തിലെ മരിച്ചുപോയ ഏതൊരാത്മാവിനും എൻ്റെ അടുത്ത് വരാൻ സാധിക്കുമെന്ന്. പരേതരായിട്ടുള്ള ആത്മാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിനായാണ് ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നത്. എന്നാൽ ഈ ആശയവിനിമയം നടക്കണമെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും എന്നെ ബന്ധപ്പെടണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് എന്നെ പോലെയുള്ള സൈക്കിക് മീഡിയങ്ങളുടെ പലതരത്തിലുള്ള അഭിമുഖങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള ഞങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും അത് നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതാണ് എന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. ഒരാത്മാവിന് പരലോകത്തിൽ നിന്നും അനുവാദം ലഭിച്ചു കഴിയുമ്പോൾ അവർ നിങ്ങളുടെ മുൻപിലേക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ എത്തിക്കുകയാണ് ചെയ്യാറ്. അത് കാണുന്നത് വഴി നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ സത്യത്തിൽ ആ തോന്നൽ നൽകുന്നത് പോലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവാണ്. അതിൻ്റെ ഫലമായി എൻ്റെ ജീവിതം ആത്മീയ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് സംഭവിക്കാവുന്ന എണ്ണമറ്റ കാര്യങ്ങളുണ്ട്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ആത്മാവിൻ്റെ ലോകത്തെപ്പറ്റി അഗാധമായ ഗ്രാഹ്യം സ്വീകരിക്കുന്നതിലൂടെ ആത്മീയ സത്യങ്ങളെ കൈവരിക്കുവാനും അത് മുഖേന നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും നന്മയുള്ള പുരോഗതിക്ക് വേണ്ടി അത് സഹായകരമാക്കാറുണ്ട്. ഓരോ കൺസൾട്ടേഷൻ കഴിയുമ്പോഴും ഒരു കുടുംബത്തിനൊരു വലിയ സേവനം നൽകുന്നതിലൂടെ ആത്മാവിനെയും അവരുടെ കുടുംബത്തെയും സഹായിക്കുന്നതിനായിട്ട് എനിക്ക് സാധിക്കുന്നു. കൺസൾട്ടേഷന് ശേഷം വ്യക്തികൾ എന്നോട് നന്ദി പറഞ്ഞ് പിരിയുന്നു. ആ ആത്മാവും പരലോകത്തിലേക്ക് തിരികെ പോകുന്നു. എന്നാൽ ഇത്തരത്തിൽ കൺസൾട്ടേഷൻ അവസാനിച്ചതിന് ശേഷം ഇതിൻ്റെ വലിയ ശക്തിയാൽ ഞാൻ എൻ്റെ ഊർജ്ജത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഏകാന്തമായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആത്മാക്കൾ നൽകിയ സന്ദേശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്.
ഇതൊരു വലിയ അനുഗ്രഹമാണ്. എപ്രകാരമാണ് ഇത്തരത്തിലൊരു കഴിവ് എനിക്ക് ലഭിച്ചത് എന്ന് മിക്കവാറും എല്ലാ ക്ലയൻസും എന്നോട് ചോദിക്കാറുണ്ട്. അതിനൊക്കെയുള്ള എൻ്റെ ഒരൊറ്റ മറുപടി എന്ന് പറയുന്നത് ഇതൊരു ദൈവികമായ വരദാനമാണ്. അതെൻ്റെ ഈ ജന്മത്തിലെ കർമ്മമാണ്. മഴ പെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ഒരു സ്പോട്ടിൽ നിന്ന് മാറാം. ഇല്ല എന്നുണ്ടെങ്കിൽ കുട പിടിച്ചുകൊണ്ട് നമുക്ക് നിൽക്കേണ്ട വരുമായിരിക്കും. ബാക്കി എപ്പിസോഡ്സ് നമുക്ക് വീണ്ടും കവർ ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് വേണ്ട ആളുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥ എന്താണ്, ഏത് തലത്തിലാണ്, റീബർത്ത് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ നിങ്ങൾ നൽകുന്നത് കറക്റ്റായിട്ടാണോ, മറ്റ് കാര്യങ്ങളെപ്പറ്റി അറിയാനായിട്ട് ജോലി സംബന്ധമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തോ മാരേജ് ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസിനെ പറ്റി വേണമെങ്കിലും കൺസൾട്ടേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഞാനിപ്പം നാട്ടിലുണ്ട്. നേരിട്ട് വരാനായിട്ട് പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ സെഷൻസാണ്. സോ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. താങ്ക് യു. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്.